നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്യാരറ്റ് കേക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അതിനായിട്ട് നമുക്ക് ആദ്യം ഷുഗർ സിറപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് 1 കപ്പ് ഷുഗർ നമ്മൾ ഉരുക്കിയെടുക്കണം. വെള്ളം ചേർക്കാതെ ഉരുക്കിയെടുത്ത് ഇതേപോലെ പത വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇത് തിളയ്ക്കുമ്പം ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാരറ്റ് പേസ്റ്റ് ആക്കിയതും ചേർക്കാം. ഇതൊരു 2-3 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് നമ്മുടെ ഉണക്കമുന്തിരിയും ചേർക്കാവുന്നതാണ്. ഞാൻ എന്തായാലും ചേർത്തിട്ടുണ്ട് കുറച്ച്. അപ്പോൾ ഇതൊന്ന് ഒരു 2-3 മിനിറ്റ് കുക്കായതിനു ശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഇതിൻ്റെ ചൂട് നല്ലതുപോലെ പോകണം. 1 കപ്പ് പഞ്ചസാരയും അതിലേക്ക് 2-3 ഗ്രാമ്പും ചേർത്ത് ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇനി ഇത് പൊടിച്ചിട്ട് കാണാം. അപ്പോൾ ഇത് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയും ചേർക്കണം. ഇത് നിങ്ങൾക്ക് സെപ്പറേറ്റ് അടിച്ചെടുക്കാം. ഞാൻ എന്തായാലും ഇത് ഒന്നിച്ചിട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് മുട്ടയും ചേർത്ത് നല്ലപോലെ അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഒലിവ് ഓയിൽ ചേർക്കാം. റിഫൈൻഡ് ആയിട്ടുള്ള ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാം. 2 ടേബിൾ സ്പൂൺ ചേർത്തു. ഇനി കുറച്ച് വാനില എസൻസ്, പിന്നെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ചേർത്ത് ഇത് ഒന്നും കൂടി ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടി നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മിക്സ് നമ്മൾ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെ മിക്സിൽ അതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് 2 കപ്പ് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദാപ്പൊടിയോ കുറേശ്ശെയായിട്ട് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കുറേശ്ശെയായിട്ട് വേണം ചേർക്കാൻ. കാരണം പെട്ടെന്ന് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കേക്ക് മോൾഡിലോട്ടോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോട്ടോ മാറ്റി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ പാത്രത്തിനകത്താണ് ഒഴിക്കുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ ഓവനോ ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് കുക്കറിൽ വെച്ചിട്ട് കേക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ആദ്യം ഒരു 5 മിനിറ്റ് കുക്കർ ഞാൻ പ്രീഹീറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ കേക്കിൻ്റെ ബാറ്ററിൻ്റെ മിക്സ് വെച്ചത്. 1/2 മണിക്കൂർ മുതൽ 3/4 മണിക്കൂർ വരെ ആയിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് നമ്മൾ വെക്കേണ്ടത്. അങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ക്യാരറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എത്രമാത്രം സോഫ്റ്റ് ആണ് എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.